നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം പുതിയ സൈനിങ് അമീർ റണവാഡയുടെ കാര്യം പ്രഖ്യാപിച്ചിരുന്നല്ലോ. സമ്മറിലെ ആദ്യ സൈനിങ് ആണ്. എന്നാലും ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു ട്രാൻസ്ഫർ വിൻഡോ ആണല്ലോ ഇത്. നിരവധി താരങ്ങൾ പുറത്തേക്ക് അതുപോലെ അകത്തേക്ക് അതുപോലെ വരുമെന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓൾറെഡി കുറേ താരങ്ങളൊക്കെ പോയി കഴിഞ്ഞു. ഇപ്പം പെപ്രയുടെ കാര്യമാണെങ്കിലും അതുപോലെ നമ്മുടെ ഇഷാൻ പണ്ഡിതയാണൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില മാറ്റങ്ങൾ എന്തായാലും പല പൊസിഷനുകളിലും വരാനിരിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ പുതിയ സൈനിങ് പ്രഖ്യാപിച്ച സമയം അർദ്ധരാത്രിയൊക്കെയാണ്. വലിയ ഹൈപ്പൊക്കെ കൊടുത്തിട്ട് അത്രക്കൊക്കെ വേണമായിരുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. പിന്നെ മുമ്പ് പൂട്ടിക്കെട്ടി പോയിരുന്ന ഒരു അക്കൗണ്ട് വീണ്ടും തിരികെ കൊണ്ടുവന്നുകൊണ്ട് ആ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 100-200 ഫോളോവേഴ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതെടുത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിലൊക്കെ ഷെയറൊക്കെ ചെയ്തുകൊണ്ട് വലിയ ഹൈപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു. ക്ലബ്ബുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത അക്കൗണ്ടാണ് എന്നാണ് ആ അക്കൗണ്ടിൽ പറയുന്നതെങ്കിൽ പോലും, അങ്ങനെയാണ് വെപ്പെങ്കിൽ പോലും വെറും 100-200 ഫോളോവേഴ്സൊക്കെ മാത്രമുള്ള ഒരു അക്കൗണ്ടിനെ ക്ലബിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട് എടുത്ത് ഷെയർ ചെയ്യുമോ? അതൊക്കെ എന്തായാലും ഇത് ഒരു പഴയ പരിപാടിയാണ്, ഒരു അറുപോറം പരിപാടിയാണ്. ഇങ്ങനെയൊക്കെ ഒരു ഹൈപ്പ് കൊടുത്ത് അർദ്ധരാത്രി 12 മണി വരെയൊക്കെ ഇത്ര പാഷനേറ്റ് ആയിട്ടുള്ള ആരാധകരെയൊക്കെ കാത്തിരുത്തിയിട്ട് അതിനുശേഷം ഒരു പ്രഖ്യാപനമൊക്കെ നടത്തുക, അതൊക്കെ ഔട്ട് ഓഫ് ഡേറ്റഡ് ആയെന്നേ. പുതിയ രീതികൾ നോക്ക്, പുതിയ ട്രെൻഡിങ് പരിപാടികളുമായിട്ട് ഇറങ്ങുന്നേ, അപ്പോഴല്ലേ ഒരു ആവേശമൊക്കെ വരിക. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ആ സൈനിങ്ങിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഡേവിഡ് കാറ്റ്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിൻ്റെ അഭിപ്രായത്തിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് അവൻ വളരെ ഡൈനാമിക് ആയിട്ടുള്ളൊരു ഫുൾ ബാക്കാണ്. തീർച്ചയായിട്ടും ടീമിലേക്ക് ഒരു ഗ്രേറ്റ് ബാലൻസ് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് ഡിസിപ്ലിന് അത് നമ്മുടെ ഡിഫെൻസിൽ, നമ്മുടെ ബാക്ക് ലൈനിൽ ഒരു സോളിഡിറ്റി കൊണ്ടുവരും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എനർജിയും ഡ്രൈവും, മുന്നോട്ട് പോകാനുള്ള ഒരു ഡ്രൈവും തീർച്ചയായിട്ടും അറ്റാക്കിൽ ഒരു എക്സ്ട്രാ എഡ്ജ് നമുക്ക് നൽകുകയും ചെയ്യും. എന്തായാലും വി ആർ എക്സൈറ്റഡ് ടു ഹാവ് ഹിം ഓൺ ബോർഡ് എന്നാണ് ഇപ്പോൾ കോച്ചിൻ്റെ അഭിപ്രായം. എന്തായാലും മികച്ച രൂപത്തിൽ അദ്ദേഹത്തിന് ഈ കളിക്കാർ ഉപയോഗപ്പെടുത്താൻ പറ്റട്ടെ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ടീമിൻ്റെ ആരാധകർ നിരാശരാണ്. ആ നിരാശയിൽ നിന്നൊരു മാറ്റമുണ്ടാക്കി വരും സീസണിലെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഡേവിഡ് കാറ്റ്ലക്കും സംഘത്തിനും കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.